ഒരു വിദ്യാർത്ഥിക്ക് നീറ്റ് കിട്ടുന്നതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അത് സെൽഫ് കോൺഫിഡൻസ് ആണ്. സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസം, സ്വന്തം കഴിവിലുള്ള വിശ്വാസം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള വിശ്വാസം, ഇത് മൂന്നെണ്ണം നിർബന്ധമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നീറ്റ് പോലെയുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ എപ്പോഴും പഠിക്കാത്ത കാര്യങ്ങളെ പറ്റി, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് എപ്പോഴും വളരെ വലുതായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് സഫീഷ്യൻ്റ് ആണ്, അത് ആവശ്യത്തിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കലാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബുക്ക്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ഗൈഡാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് പഠിക്കുന്നതെങ്കിൽ, ആ ക്വസ്റ്റ്യൻ ബാങ്കിനെ നിങ്ങൾ നിർബന്ധമായിട്ടും വിശ്വസിക്കണം. ഈ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ വിശ്വസിക്കുക. അതിനുശേഷം നിങ്ങളൊരു എക്സാം എഴുതുകയാണെങ്കിൽ ഈ എക്സാം നല്ലൊരു എക്സാമാണ്, ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിശ്വസിക്കുക, നമ്മളെ പഠിപ്പിക്കുന്ന സാറിനെ വിശ്വസിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു നിലയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും ഈ ബുക്ക് നല്ലതാണോ, ഇതിനേക്കാൾ നല്ല ബുക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ, നമ്മളിപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ, നമ്മളിപ്പോൾ എഴുതുന്ന എക്സാമിനേക്കാളും നല്ല എക്സാം വേറെ എവിടെയെങ്കിലും ഉണ്ടോ, ആ ഒരു നിലയിൽ നമ്മളിങ്ങനെ എന്താ പറയുക, തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, CID മൂസയിൽ ബിന്ദു പണിക്കർ ഓടുന്ന ഒരു സീനുണ്ട്, എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ TV എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു സീനുണ്ട്. സോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി തടയുന്ന രീതിയിലേക്ക് ആവരുത്. എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റിലത്തേക്കുള്ള ഈ സമയങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് കാണാം. ആ ഒരു രീതിയിലാണ് നമ്മുടെ എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ 2 ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ ആ 2 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഈ 2 ചാപ്റ്റർ ഓക്കെ ആണ് എന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നാളത്തേക്ക് ഒരു 2 ചാപ്റ്റർ പഠിക്കാം, മറ്റന്നാളത്തേക്ക് ഒരു 2 ചാപ്റ്റർ പഠിക്കാം. അങ്ങനെ പോയാൽ പോലും നിങ്ങൾക്ക് 40-50 ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്ററും മുഴുവനായിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് പറ്റും. പക്ഷേ അതിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട സാധനമാണ് സെൽഫ് കോൺഫിഡൻസ്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി, ആത്മവിശ്വാസത്തോട് വിടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും നീറ്റ് നേടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സോ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്നത് ടോപ്പേഴ്സിനെ പറ്റിയിട്ടോ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളെ പറ്റിയിട്ടോ അല്ല, എല്ലാവരെയും പറ്റിയിട്ടാണ്. നിങ്ങളുടെ പൊസിഷൻ ഏതായിരുന്നു, നിങ്ങളിപ്പോൾ കറൻറ്റ്ലി 1ാം റാങ്ക് മാത്രം വാങ്ങുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ നിർബന്ധമായിട്ടും അടിപൊളി ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കാം. ആൻഡ് ആ ഒരു കോൺഫിഡൻസോട് കൂടി ഉഷാറായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.